അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡിൻ്റെ ഒരു ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാൻഡിംഗ് പേജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ്. സോ പെർഫെക്റ്റ് ആയിട്ടുള്ള ലാൻഡിംഗ് പേജ് വേണം, എന്നാൽ നല്ല ഭംഗി വേണം, വളരെ അട്രാക്റ്റീവ് ആണ് എന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും വേണം ഒരു ലാൻഡിംഗ് പേജ് ഡിസൈന് സെറ്റപ്പ് ചെയ്യുമ്പോൾ. അത് നല്ലൊരു ഫണലായിരിക്കണം എന്നാണ് പറയാം. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലാൻഡിംഗ് പേജ് അതിലുള്ള കണ്ടൻറ്റുകളാണ്. പേജ് കണ്ടൻറ്റുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. നല്ലൊരു ഹെഡ്ലൈൻ നമുക്ക് ആവശ്യമാണ്. അഥവാ ഫസ്റ്റ് ആളുകൾ ഇറങ്ങി വരുമ്പോൾ അവരുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് അവരോട് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നല്ലൊരു ഹെഡ്ലൈന് കാര്യങ്ങൾ ഉണ്ടാവണം, നല്ലൊരു സബ് ഹെഡ്ലിങ് ഉണ്ടാവണം, നല്ലൊരു കാൾ ടു ആക്ഷൻ ഉണ്ടാവണം, അതിനെ അപ്പീൽ ചെയ്യുന്നൊരു ഇമേജ്, സപ്പോർട്ട് ചെയ്യുന്നൊരു ഇമേജ് ഉണ്ടാവണം. വെറൈറ്റ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയണം. വളരെ കട്ടിയും കനമുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യരുത്. വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. സിമ്പിളായിട്ട് പവർഫുള്ളായിട്ടുള്ള ഒരു ഇതായിരിക്കണം. ആൾസോ യൂസ് ഇമോഷൻ ഇൻ യുവർ ലാൻഡിംഗ് പേജ്. അഥവാ ഒരു ഫീല് ചെയ്യണം. നമ്മൾ എന്ത് ഫീലിംഗാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്, ആ ഫീൽ അവർക്ക് മാക്സിമം കൊണ്ടുവരാൻ നോക്കണം ആ ഒരു പേജിൽ. ഓഫറാണെങ്കിൽ ഇത് അതിനൊക്കെ മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കളർ യൂസ് ചെയ്യുന്നിടത്തും അല്ലെങ്കിൽ പ്രൈസ് ഹൈലൈറ്റ് ചെയ്യുന്നിടത്തും ഒക്കെ ആ ഫീൽ ചെയ്യണം അവർക്ക്. യെസ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് മാത്രം യൂസ് ചെയ്യുക. നമ്മളുടെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു ഫീല് അവരുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും പെർഫെക്റ്റ് ക്വാളിറ്റിയുള്ള ഇത് യൂസ് ചെയ്യുക. പിന്നെ ബുള്ളറ്റ് ലിസ്റ്റ്, ബോൾഡ് ടെക്സ്റ്റ് ആൻഡ് വിഷ്വൽ എലമെൻറ്റ്സ് അഥവാ ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ വായിച്ച് പോകാൻ പറ്റിയതാണ്. അത് ഒരുപാട് വായിക്കാണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു പാരഗ്രാഫൊക്കെ ആണെങ്കിൽ അത് 3 പോയിൻ്റ് ആക്കിയിട്ട് ചെറുതായിട്ട് കൊടുക്കുക. പിന്നെ ആ പോയിന്റുകൾ തന്നെ പുള്ളി ഇട്ടിട്ടോ എങ്ങനെയാണെന്ന് ടിക്ക് ഇട്ടിട്ടോ പല രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളവിടെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ, അതിന് പറ്റിയ രൂപത്തിൽ കൊടുക്കുക. പിന്നെ നല്ലൊരു ഫോമും ആണ്. അതിന് കോൾ ടു ആക്ഷൻ കോളാവാം, എന്തും ആവാം, ഫോമും ആവാം, നിങ്ങൾക്ക് ഏതും കൊടുക്കാം. അപ്പോൾ ഫോം ഫീൽഡ് കൊടുക്കുക. നല്ല ശ്രദ്ധിക്കേണ്ടത് ഡോണ്ട് വാണ്ട് ടു മെനി ഫോം ഫീൽഡ്. ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കരുത്. അപ്പോൾ റിസൾട്ട് പറയും. നിങ്ങൾ എത്രത്തോളം കൂടുതൽ ചോദിക്കുന്നോ അത്രത്തോളം ഫോമിൽ റിസൾട്ട് കുറയും. ദെൻ ഒരു കാൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കുക. ആ ഫോമിൽ തന്നെ ഗെറ്റ് ഓഫർ നോന്നോ അല്ലെ അപ്ലൈ നോന്നോ എൻക്വയറി നോന്നോ പറഞ്ഞിട്ട് നമ്മളൊരു കാൾ ടു ആക്ഷൻ ബട്ടൺ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സെറ്റപ്പ് ചെയ്യണം. ആ കാൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സാക്ട്ലി അതിനെ ഫീൽ ചെയ്യുന്നതായിരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഒരു താങ്ക് യു പേജും കൂടി നിങ്ങൾ സെറ്റ് ചെയ്യണം. താങ്ക് യു പേജ് എന്തിനാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്ര പേര് താങ്ക് യു പേജിൽ വന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. സോ ആ കാൾ ടു ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് എത്ര പേര് താങ്ക് യു പേജ് എന്നത് അത് ഗൂഗിളിന് ഹെൽപ്ഫുള്ളാണ്. ഇന്ന ആൾ ക്ലിക്ക് ചെയ്തു, അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ആളുകൾക്ക് അവർക്ക് കൂടുതൽ പരസ്യം കാണിക്കാനും പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിങ്ക് മൊബൈൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊബൈലിലായിരിക്കണം, മൊബൈലിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. സംതിങ് ഇപ്പോഴത്തെ എൻ്റെ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈലിൽ മാത്രമേ ഡിസൈൻ ചെയ്യാറുള്ളൂ. പരസ്യം കാണിക്കുമ്പോൾ തന്നെ ഡെസ്ക്ടോപ്പ് ഒഴിവാക്കും. കാരണം ഡെസ്ക്ടോപ്പിനേക്ക് അഥവാ ഒരു IT ഫീൽഡിലാവില്ല, B2B ബിസിനസ് ആവില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മൊബൈൽ ഫസ്റ്റാണ് നമ്മൾ ചിന്തിക്കുക, മൊബൈൽ ഓൺലിയാണ് ചിന്തിക്കുക. കാരണം വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അതുമല്ല, കമ്പ്യൂട്ടറിലേക്കുള്ള കണ്ടൻറ്റുകൾ സെറ്റപ്പ് ചെയ്യില്ല. ഇനിയിപ്പോൾ മൊബൈൽ ഫസ്റ്റ്, മൊബൈലിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്താലോ വീണ്ടും കമ്പ്യൂട്ടറിലാകുമ്പോൾ നമുക്ക് ഇമേജ് ചേഞ്ച് ചെയ്യേണ്ടി വരും. പല ഒരുപാട് വർക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കല്ല. കാരണം ക്ലൈൻ്റ് ആണെങ്കിൽ പോലും അവർ മൊബൈലിലാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ അതുമല്ല, മൊബൈലിൽ മാത്രമേ നമ്മൾ പരസ്യം റൺ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഏറ്റവും കൂടുതൽ മെജോറിറ്റി മൊബൈലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടാണ്. IT B2B ബിസിനസ്സൊക്കെ ആണെങ്കിൽ അത് വേറെ വിഷയമാണ്. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ലാൻഡിംഗ് പേജ് പ്രോപ്പറായിട്ട് ലോഡ് ആവുന്നില്ലേ. ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നാൽ എന്നും പറ്റുമെങ്കിൽ ഒന്ന് കയറി നോക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ലാൻഡിംഗ് പേജിൽ എററുകളോ കോഡുകളോ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കിടക്കുന്നുണ്ടോ, അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ടോ, എന്തും നമുക്ക് ചെക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങൾ മറക്കാതിരിക്കേണ്ടത് കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്തിരിക്കണം. ഗൂഗിൾ ടാഗ് മാനേജർ വെച്ചോ എന്ത് വേണം വെച്ചാലും നിങ്ങൾക്ക് അത് ട്രാക്കിംഗ് വെക്കാം. സോ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ അനാലിറ്റിക്സ് സെറ്റ് ചെയ്താൽ ഓരോ പേജിലും എത്ര ആൾ ഇതാക്കി കൊണ്ടു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടും.
എങ്കിലും ഈ ട്രാക്കിംഗ് പേജ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു പരിധിക്കപ്പുറം ഗൂഗിൾ ആഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, ഗൂഗിളിനെ അറിയിക്കണം ഏതാണ് ബെറ്റർ റിസൾട്ട് എന്നുള്ളത്. പിന്നെ അതിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ ഡിസ്ട്രാക്റ്റിംഗ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലാൻഡിംഗ് പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങൾ. അഥവാ വേറെ എവിടേക്കെങ്കിലും പോയാൽ പിന്നെ അവർ ഈ ലാൻഡിംഗ് പേജിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് മാത്രമല്ല വളരെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് ബൗൺസ് റേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അഥവാ പേജിന് പെട്ടെന്ന് പോവുകയാണ് എന്നുള്ളൊരു, അപ്പോൾ നമ്മളുടെ അത് ക്വാളിറ്റി സ്കോറിനൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമ്മൾ നാവിഗേഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റ് പേജുകളിലേക്കോ അറ്റ്ലീസ്റ്റ് വേറെ ബട്ടൺസ് ഒന്നും കൊടുക്കരുത്. കാൾ ടു ആക്ഷൻ മാത്രം കൊടുക്കുക ബട്ടണായിട്ട്. പിന്നെ വേണമെങ്കിൽ പോപ്പപ്പുകൾ കൊടുക്കാം, എങ്കിലും അതില്ലാതിരിക്കുകയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവരുടെ ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഇമേജ് കാര്യങ്ങൾ കണ്ട ഷോർട്ടാക്കിയിട്ട് സിമ്പിളായിട്ട് മാക്സിമം സിമ്പിളാക്കിയിട്ട് കൊടുക്കുക. പിന്നെ എപ്പോഴും ബെറ്ററാണ്, 600 ഇരട്ടി ബെറ്റർ ആണെന്നാണ് ചില റിസൾട്ടുകൾ പറയുന്നത്. 600 ഇരട്ടി കസ്റ്റമർ നമ്മളുടെ റിവ്യൂ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ. അത് നമ്മൾ പറയുന്നതിനെക്കാട്ടിയും 600 ഇരട്ടി എന്നാണ് ഒരു റിസർച്ച് പറഞ്ഞത്. കാരണം നമ്മളൊരു കണ്ടിട്ട് നമ്മളെ യൂസ് ചെയ്യുന്നതും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത്രയൊക്കെയാണ് ലാൻഡിംഗ് പേജിൽ നിങ്ങൾ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.